ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ ലെസ്റ്ററിന് നമ്മുടെ ബെന്നിക്ക് കുറേ വണ്ടിയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മളാണെങ്കിൽ വീട്ടിലേക്ക് വന്നായിരുന്നു ഗൈസ്. അപ്പോൾ ആണെങ്കിൽ താഴെ നിന്ന് ആരും സംസാരിക്കുന്ന പോലത്തെ ഒരു ഒച്ച കിട്ടും ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും താഴോട്ടിറങ്ങി വന്നതാണ്. ഇപ്പോൾ എന്താണ്ട് ഗൈസ് ഗൈസ് ഒരു മുഖം മൂടി ഇട്ട് ഒരുത്തിനും കാര്യങ്ങളൊക്കെ തനിക്കെന്താ വേണ്ടേ? പൈസ ഞാനിവിടെ ഒരു പൈസ ഇല്ല. ബെന്നിനെ പറ്റിച്ചു ഗൈസ്. RPG അമ്മേ ഗൈസ്, അപ്പുറത്തിരുന്ന് വെടിവെക്കുന്നു ഗൈസ്. എവിടെ എൻ്റെ പൈസ ഇല്ലെന്നല്ലേ പറഞ്ഞു ഇവന്മാരൊക്കെ ഗൈസ്. അമ്മമാര് വെടിവെക്കുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ വിഷയം. ഓഫ് ഗൈസ് 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 നമുക്ക് എത്ര പെട്ടെന്ന് പോകാം ഗൈസ്. എൻ്റെ മോനെ ഇവിടെ ആൾക്കാർ. എൻ്റെ അമ്മ ഗൈസ്, ഇത്ര നമുക്ക് വണ്ടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ പോകാം ഗൈസ്. നല്ലൊരു വെടി കൊള്ളുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ ആകെപ്പാടുള്ളൊരു വണ്ടിയാണ്. അതെടുത്ത് ഞാൻ എൻ്റെ മോന് കയ്യിലാണെങ്കിലുള്ള കാശ് ഞാൻ കൊണ്ട് തീർത്ത് കളഞ്ഞു. എൻ്റെ മോനെ ഗൈസ്, ആ ബെന്നിയാണെങ്കിൽ കാശ് നാളെ തീർത്തുള്ളൂ ഗൈസ്. അതിനാണ് എന്നിട്ട് അതങ്ങനെ ഗൈസ് ഇമ്മാരറിഞ്ഞു ഗൈസ്. എന്തോ വിഷയമുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഇമ്മാരെ ഇടിച്ചിടാം ഗൈസ്. നമുക്ക് ഈ RPG ആദ്യം ഇടിച്ചിടാം ഗൈസ്. എൻ്റെ മോനെ വിഷയം. ആദ്യം RPG ഇടിച്ചും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ട് കയറി കാര്യങ്ങളൊക്കെ ചെല്ലാം ഗൈസ്. എൻ്റെ മോനെ വിഷയം. ഈ RPG ഇങ്ങനെ തൂത്ത് വരട്ടാം ഗൈസ്. അതൊന്നും വിഷയമില്ല. ഓക്കെ ഗൈസ്. എൻ്റെ മോനെ വിഷയം. എൻ്റെ മോനെ വിഷയം ഗൈസ്. എത്ര മണി നമുക്ക് വീട്ടിൽ നിന്ന് എസ്കേപ്പ് ആവും ഗൈസ്. എസ്കേപ്പ്. എൻ്റെ മോനെ എൻ്റെ മോനെ വണ്ടിക്ക് പിടിച്ച് ഇറങ്ങി. എൻ്റെ മോനെ വെടിവെപ്പാണ് ഗൈസ്. വെടിവെപ്പ്. ഓട് ഫാങ്കൾ ഓട് ഗൈസ്. ഇവന്മാരൊക്കെ വീട്ടിൽ നിറച്ച ഗൈസ്. എൻ്റെ മോനെ വിഷയം. ആദ്യമൊക്കെ ഇവനെ തല്ലി കൊണ്ടിട്ട് ഇവൻ്റെ ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ഗണ്ണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഇമാരെല്ലാം കൂടെ താഴോട്ട് കൊണ്ടുവരാം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഇട്ടുകാനും ഒടിച്ച് തീർക്കാം ഗൈസ്. അല്ല നമ്മുടെ വീടിൻ്റെ കാര്യത്ത് അതിൻ്റെ അടക്കെടുത്ത്. എൻ്റെ മോനെ ഗൈസ് വിഷയം. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു ഗൈസ്. എൻ്റെ മോനെ വിഷയം ഗൈസ്. നമുക്ക് എല്ലാത്തിനും അടിച്ചും കാര്യങ്ങളൊക്കെ ഇടാം ഗൈസ്. എൻ്റെ മോനെ ഒരുത്തനാണ് മോളിൽ വെടിക്കുന്നുണ്ട്. ഓക്കെ ഒരുത്തൻ താഴോട്ടിറങ്ങി ഗൈസ്. കവനം കാര്യങ്ങളൊക്കെ ഒന്ന് സ്നൈപ്പല്ല ഷൂട്ട് ചെയ്തിടാം. എൻ്റെ മോനെ ഗൈസ് രണ്ടാമത് ഒരുത്തനും കൊണ്ട് എൻ്റെ മോനെ അവനെ കൂടെ തീർത്തിട്ടുണ്ട് ഗൈസ്. അവനെ കൂടെ നല്ല കിണ്ണായിട്ടങ്ങ് അടിച്ചിട്ടുണ്ട് ഗൈസ്. വേറെ കൂടെ വരുന്നുണ്ട് ഗൈസ്. ആദ്യം RPG ഉള്ളവന്മാരെ മുഴുവൻ അടിച്ച് തീർക്കണം ഗൈസ്. പക്ഷെ നമ്മൾ കാറ് വെച്ച് 2 തവണ അടിച്ചിട്ട് അവൻ ചത്ത ഗൈസ്. എൻ്റെ മോനെ RPG. എൻ്റെ മോനെ ഇവനൊന്നും ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു ഗൈസ്. നമ്മളൊക്കെ ചാവേണ്ട സമയം കഴിയും. എൻ്റെ മോനെ വിഷയം. അതിൻ്റെ ഇടയ്ക്ക് കാറുകാരന്മാർ ഗൈസ്. ഏകദേശം എല്ലാത്തിനും നമ്മൾ തീർത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുത്ത ചാവട ഗൈസ്. ഒരുത്ത മോളിൽ നിൽക്കുന്നു അടിച്ചടിച്ച. ഓക്കെ, അവൻ ആ മരത്തിൻ്റെ ഇടയിൽ കയറുന്നു നീ അറിയത്തില്ലെന്ന് വിചാരിച്ചോളാം. അവനെ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ അവനൊക്കെ നിന്ന് കത്തുന്നു. അവനൊന്നും RPG ഉപയോഗിക്കാൻ പോലും അറിയത്തില്ല ഗൈസ്. പാവം ഗൈസ് കത്തിപ്പോയി. അയ്യടാ ഗൈസ്, അവൻ കത്തിപ്പോയി ഗൈസ്. അവൻ്റെ കത്തി കിടക്കുന്നു. കരിഞ്ഞു പോയി. KFC ആയിപ്പോയി. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നേരെ ആണെങ്കിൽ നമ്മുടെ വീട്ടിൽ പോയിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഒന്ന് പോയി നോക്കാം ഗൈസ്. എന്നാൽ മാത്രം നമ്മളെ കൊണ്ട് അറിയാൻ പറ്റത്തുള്ളൂ ഗൈസ്. എൻ്റെ മോനെ ഫയർഫോഴ്സൊക്കെ വന്നു ഗൈസ്. തീ പിടിച്ചായിരുന്നു. ഇവിടെയൊക്കെ തീ പിടിച്ചായിരുന്നു. മറ്റവും പൊട്ടിത്തെറിച്ചാണ് ഗൈസ്. എൻ്റെ മോനെ ചേട്ടന്മാരെ ഒന്ന് വേഗം നടച്ചോ. ഇനിയിപ്പോൾ എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണം ഗൈസ്. പ്ലെയിനൊക്കെ പോകുന്നു അതിൻ്റെ കൊണ്ടൊക്കെ. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് വീട്ടിൽ ചെന്നിട്ട് എന്തൊക്കെ നാശനഷ്ടം ഉണ്ടായി നോക്കാം ഗൈസ്. പക്ഷേ ഇവന്മാരാരാണെന്ന് ഗൈസ് എനിക്ക് മനസ്സിലാവാതെ. ഇവന്മാരാണെങ്കിലും മര്യാദയ്ക്കൊന്നും ഏതാ ഗൈസ് മനസ്സിലായോ? നമുക്കാണെങ്കിൽ ഒരു ചാൻസ് പോലും തരാതെ. ചോപ്പ എന്തുണ്ടാ ഇവിടെ നടന്നതല്ല നീ അറിഞ്ഞ? ഫ്രാങ്ക്ലിൻ ഭായ് അല്ലേ പറഞ്ഞേ രാത്രി മുഴുവൻ കാവലിൽ നിന്നിട്ട് രാവിലെ കിടന്ന് ഉറങ്ങിക്കോളാൻ. അത് ശരിയാണ്. പക്ഷെ നിനക്ക് ഈ വെടിവെപ്പൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് വരായിരുന്നു ഗൈസ്. പക്ഷെ ഉണ്ട് ഗൈസ്, ഇവന്മാരാണെങ്കിൽ എൻ്റെ ഗ്രാനൈറ്റ് തറ വരെ തകർത്തു ഗൈസ്. എൻ്റെ മോനെ അവിടെ നിർത്താനൊക്കെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി ഇവിടെ വല്ലമാരും ഉണ്ടോ? ഇല്ല ഗൈസ്, ഇല്ല ഗൈസ്. ഇവന്മാരാരാണെന്നാണ് ഗൈസ് എനിക്ക് അറിയത്തില്ലാത്തത്. ഇപ്പം ഇവിടെ വല്ലവരും ഉണ്ടോ ഗൈസ്? തപ്പിയും കാര്യങ്ങളൊക്കെ നോക്കാം ഗൈസ്. എന്നാൽ മാത്രം നമ്മളെ കൊണ്ട് അറിയാനും കാര്യങ്ങളൊക്കെ പറ്റത്തുള്ളൂ. അപ്പം ഇവിടെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് തപ്പി ഗൈസ്. ഇവൻ്റെയൊക്കെ മുഖം മുഴുവൻ മുഖംമൂടി ഗൈസ്.
ഒന്നുകൂടി നമ്മളെ കൊണ്ട് ഊരാൻ പറ്റില്ല ഗൈസ്. ഇതൊക്കെ ഇവന്മാരൊക്കെ സ്പെഷ്യലായിട്ട് ഇത് കൂട്ടി ചെയ്ത് വെച്ചേക്കുന്നതാണ് ഗൈസ്. ഇവന്മാരൊക്കെ എന്തായാലും മാഫിയാണെന്ന് ഗൈസ് മനസ്സിലാവും ഗൈസ്. ഒരു ഗ്യാങ് ആണ്. ഗ്യാങ്ങിലുള്ളവന്മാർ മാത്രമാണ് ഗൈസ് ഇങ്ങനെ നടക്കുന്നത്. ഇവന്മാരുടെ ഒന്നും മാസ്ക് നമ്മളെ കൊണ്ട് ഊരാൻ പറ്റില്ല ഗൈസ്. പ്രത്യേക സീലിംഗ് ആണ് ഇവന്മാരുടെ മുഖത്തൊക്കെ. എൻ്റെ മോനെ ഇനിയിപ്പോൾ ഇവന്മാരുടെയൊക്കെ ബോസിനെ എങ്ങനെ കണ്ടുപിടിക്കും? അതാറ് ടാറ്റ കാണിച്ചിട്ട് ലെസ്റ്റർ കാര്യങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്. എന്നാണ് ലെസ്റ്ററെ? എന്റെ പൊന്ന് ഫ്രാങ്കിളിനെ നീ ലോട്ടറി എടുത്തിട്ട് ജയിച്ചിട്ടാണ് നമ്മളൊന്നും വിളിച്ചില്ല കേട്ടോ. എപ്പോ ലോട്ടറി എടുത്ത്? ഞാൻ ലോട്ടറി എടുത്തൊന്നുമില്ല. ഓ പോടെ ഫ്രാങ്കിളിനെ, നീ ആണെങ്കിൽ ലോട്ടറി എടുത്തെന്ന് പറഞ്ഞപ്പം ലോട്ടറി നിനക്ക് അടിച്ചെന്നും പറഞ്ഞ നിനക്കാണെങ്കിൽ വലിയ വാർത്തയൊക്കെ വന്നിട്ടുണ്ടല്ലോ നിന്റെ ന്യൂസ് ചാനലില്. എന്റെ ന്യൂസ് ചാനലോ? അല്ലല്ലോ ന്യൂസ് ചാനലല്ലോ. ആ ഞാൻ ഓർത്തു. എടാ ഞാൻ ലോട്ടറി ഒന്നും എടുത്തില്ലടേ. സത്യം ഞാൻ ലോട്ടറി ഒന്നും എടുത്തില്ല. നീ എന്തായാലും ഞാനിപ്പോ അയച്ചിരുന്ന ലൊക്കേഷനിലോട്ടൊന്ന് പോക്കെ. എന്തിര് എന്റെ പോലീസ് തറ വെറുതെ ഏപ്രിൽ ഫുൾ ആകാൻ നടക്കല്ലേ? അല്ല ഇന്ന് ഏപ്രിൽ 2 അല്ലേ? അത് ശരിയാണല്ലോ. എന്റെ പൊന്ന് ലെസ്റ്റർ ഏപ്രിൽ 1 ഒക്കെ കഴിഞ്ഞു. ഇനി ചുമ്മാ ഏപ്രിൽ ഫുൾ ആകാതെ പോക്കെ. എന്റെ പൊന്ന് ഫ്രാങ്കിളിനെ നീ ഒന്ന് മര്യാദക്ക് ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് നോക്കൂ. അപ്പൊ നിനക്ക് ചിലപ്പോണൊക്കെ ഉണ്ട് കേട്ടോ. നീ അങ്ങോട്ട് കേട്ടോ, ഞാൻ കൂട്ട് ചെയ്യോ. എടാ 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 നീ പറഞ്ഞു ഞാനെന്നാണോ വിശ്വസിക്കുന്നേ? എടാ ലെസ്റ്റർ ഇപ്പൊ നീ ഇങ്ങനെ വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ എടാ എൻ്റെ ഒന്നാമതൊരു കാശുമില്ല. ഞാൻ ലോട്ടറി എടുത്തിട്ടുമില്ല. പിന്നെ ഇതിനാണ് എനിക്ക് ലോട്ടറി അടിക്കുന്നേ. ആ നീ പറ. ഇവിടെയാണ് എന്നെ ഓരോരുമാർ ഒന്ന് വെടി വെച്ചു. എടാ ഫ്രാങ്കിളെ അത് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ല ഞാൻ പറയുന്ന സത്യമാണ്. എടാ അന്നും പറഞ്ഞു അല്ല ഇവന്മാർക്ക് കാശ് വേണം പറയും. എൻ്റെ കയ്യിലാണ് ഒരു ചില്ലിക്കാശ് പോലും ഇല്ല. എടാ എന്റെ പൊന്ന് ഫ്രാങ്കിളെ നീ ആണെങ്കിൽ ഞാനിപ്പോ അയച്ചു തന്നേക്ക് ഞാൻ ലൊക്കേഷനിലേക്ക് ഒന്ന് പോക്കെ. നിനക്കാണ് അവിടെ കിണ്ണമായിട്ടൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്ത് സംഭവം? ശരി ഞാനാണെങ്കിൽ എൻ്റെ ബൈക്കിലും കാര്യങ്ങളൊക്കെ പോവാം. അല്ലെ എനിക്ക് വേറെ വണ്ടിയൊന്നുമില്ല. ഈ പൊന്ന് ഫ്രാങ്കിളെ നിനക്കതിന് വീണ്ടും ഇത് കൂട്ടുണ്ടാവും കേട്ടോ ആക്രമണം. നീ വെറുതെ ബൈക്കിന് വേറെ പണി മേടിച്ച് കേട്ടല്ലേ. നീ വല്ല കാറിന് വല്ലതും പോ. എടാ ഉള്ള കാറന്മാര് പൊട്ടിച്ചു കൊള്ളാടാ. നീ വഴിയിൽ നിന്ന് വണ്ടി എടുത്തോണ്ട് പോവാ. ശരി എൻ്റെ കയ്യിലാണ് ഒരു വണ്ടിയില്ല. ഞാനെന്തായാലും ഇവിടുന്ന് ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റുമോ നോക്കട്ടെ. അപ്പുറത്തെ വീട്ടിൽ വണ്ടി ഉണ്ടടാ. എന്നാൽ ഞാൻ ആ വണ്ടി എടുത്തോണ്ട് പോവാം. എന്നാ ശരി നീ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ ലെസ്റ്ററും കാര്യങ്ങളൊക്കെ വണ്ടി എടാ ലെസ്റ്ററും ഞാൻ പോകണം കേട്ടോ. അവൻ നീ പോടാ. എടാ ഈ പുള്ളിയെടുത്ത് ഞാൻ എന്താന്ന് പറയും? അവൻ കട്ട് ചെയ്ത് ഗൈസ്. എന്തായാലും നമുക്ക് ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ തല്ലി പിടിച്ചോണ്ട് പോകാം ഗൈസ്. ആ പുള്ളിയാണ് എല്ലാ ദിവസവും രാവിലെ നമ്മൾ ഉറക്കമാണ്. അതുകൊണ്ട് പിന്നെ വിഷയമില്ല ഗൈസ്. വണ്ടി എടുക്കുന്ന ഓരോ കത്തിച്ചങ്ങ് വിട്ടേക്കാം. ഇപ്പുറത്തെ പുള്ളി വലിയ ടെറൊന്നുമല്ല. പുള്ളി തോക്ക് കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി അവിടെ നിന്നോളും. പക്ഷേ ഗൈസ് നമ്മൾ അധികം അങ്ങനെ നമ്മൾ പൈസക്കല്ലാതെ ഒരിടത്തുനിന്ന് നമ്മൾ മോഷ്ടിക്കുക ഗൈസ്. അല്ല ഞാനെപ്പോഴാണ് ലോട്ടറി എടുത്തത്? അതാണ് ഗൈസ് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ ലോട്ടറി ഒന്നും എടുത്തില്ല. ആകപ്പാടെ എൻ്റെ കയ്യിലാണെങ്കിൽ $100 ഉണ്ട്. എൻ്റെ മോനെ നമുക്ക് എന്തെങ്കിലും ചെയ്യണം ഗൈസ്. എൻ്റെ നമുക്കാണെങ്കിൽ ലെസ്റ്റർ അയച്ച ലൊക്കേഷൻ ഏകദേശം അടുത്തടുത്ത് വരുന്നുണ്ട്. ഇതെന്തുവാണ് ഇവിടെ മുഴുവൻ ആൾക്കാരാണ് ഗൈസ്. എൻ്റെ മോനെ എനിക്ക് തോന്നുന്നു ലെസ്റ്റർ പറഞ്ഞ സത്യമാണെന്ന് തോന്നുന്നു. അതും ഇത് വല്ല ഫാൻ ഷോ അല്ലാണോ? അങ്ങനെ വരാൻ വഴിയില്ല. എന്തായാലും നമുക്കാണെങ്കിൽ ഉള്ളിലേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കുന്നതിന് മുമ്പ് ഈ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ശരിയാവില്ല. എൻ്റെ മോനെ ഇവനൊക്കെ ആണെങ്കിൽ ഒരു കിണ്ണ് വണ്ടി ഇട്ടിട്ടുണ്ട്. ഈ വണ്ടിയൊക്കെ എടുത്തോണ്ട് നമുക്ക് പോവാം ഗൈസ്. അതായിരിക്കും ഈ വിഷയം. ഇനി ഒറിജിനൽ ആണെങ്കിലോ ലെസ്റ്റർ പറഞ്ഞ സത്യമാണെങ്കിൽ നമുക്ക് ഇച്ചിരി വിലയൊക്കെ വേണ്ടേ? നമ്മുടെ കയ്യിൽ 10 പൈസ ഇല്ലെന്നുള്ള കാര്യം നാട്ടുകാരെ എന്തിനാ അറിയിക്കുന്നത്? എന്തായാലും നമുക്ക് നേരെയാണെങ്കിൽ പോവാം. പക്ഷേ എനിക്ക് തോന്നുന്നു ലെസ്റ്റർ നമ്മളെ കളിപ്പിച്ചാണ് ഗൈസ്. അതിനാണ് വഴി. പക്ഷെ എൻ്റെ കയ്യിലാണെങ്കിൽ ഇല്ലാത്ത ഇനി വണ്ടിക്കാണെങ്കിൽ തിരിച്ചുകൊണ്ട് പോകാം. അതൊന്നും വിഷയമില്ല ഗൈസ്. ആ പുള്ളിക്ക് CCTV ഒന്നുമില്ല. എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ എൻ്റെ മോനെ വെപ്പൺ ഒളിപ്പിക്കുക. അല്ലെ നമ്മൾ ആക്രമിക്കുന്നതെന്നാണ് ഓർമ്മ. എൻ്റെ മോനെ ഹലോ ഇവിടെ എന്തൊരു സംഭവമാണ്? ഇവിടെ മോനെ നീ അകത്തോട്ട് കയറുമെന്ന് നോക്ക്. നമ്മുടെ മാനേജറിനാണ് സംസാരിക്കുന്നത്. നിനക്കാണെങ്കിൽ കിണ്ണമായിട്ടുള്ള ലോട്ടറിയും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. ലോട്ടറി? എടാ ഞാനും ലോട്ടറി എടുത്തില്ല. താങ്കൾ അങ്ങോട്ട് ചെല്ലേണ്ടതാണ്. എടാ ഞാനും ലോട്ടറി എടുത്തില്ല.
എൻ്റെ പൊന്നു സാറേ, സാറിനെ കാണാൻ വേണ്ടിയാണ് ഇത്രയും പേര് ഇവിടെ നിൽക്കുന്നത്. സാറും കൊണ്ടൊന്ന് കയറി ചെന്നോട്ടെ. എടാ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യാനോടെ പോയി. ശിവനാണെ പറയുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളോടാണെങ്കിൽ ഇവന്മാരുടെ മാനേജറിനോടൊക്കെ സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ആണ്. ഇവന്മാരുടെ മാനേജറിനെ ഇപ്പോൾ എവിടെയാണ്? എടീ മാനേജർ എവിടെയാണ്? സാറേ അതിൻ്റെ ഉള്ളിലോ ആ നിൽക്കുന്ന വെള്ള ഷർട്ടാണോ? അവിടെ ഞാൻ ഏതോ പരിചയമുള്ളൊരു മുഖം കണ്ടല്ലോ. എടാ ഇത് ജിമ്മിയല്ലേ? ജിമ്മി സുഖല്ലേ? ഉങ്ങളാ എനിക്കൊരു സൂപ്പർ കാർ വാങ്ങിച്ചു തരണേ. അങ്കിളിന് ലോട്ടറി അടിച്ചില്ല അങ്ങളെ ഒരു സൂപ്പർ കാർ. അങ്ങളെ സൂപ്പർ കാർ നിനക്കാ? എടാ ഈ വണ്ടി വന്ന് എടുത്തോണ്ട് നോക്കോളാം. അയ്യോ അതിനെനിക്ക് ലോട്ടറി അടിച്ചു ആരും അറിയണ്ടേ? അല്ല ഇവരൊക്കെ എന്തിനാണ് ഇപ്പം എന്നെ കാണാൻ വേണ്ടി ഇവിടെ നീന്ന്? എടോ താനങ്ങോട്ട് കയറി പോടോ. എത്രയോടെ പറയണം? എടോ തനിക്ക് അവിടെ ലോട്ടറി അടിച്ചു. ഇനി ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല. എൻ്റെ അമ്മ. സാറേ ഒരു ഫോട്ടോ. ആ ശരി എന്നാൽ എടുത്ത് തൊലക്ക്. ഇനി ഫ്രാങ്ക്ലിൻ മര്യാദനായെന്ന് കേൾക്കാം. എൻ്റെ അമ്മ എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും ചാവായിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. ഇതിനോട് ബെയിൽ കടയിൽ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നു ഗൈസ്. എന്തായാലും നമുക്ക് ഈ പുള്ളിയോടും കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ച് നോക്കാം. എന്താണ് വിഷയം എന്നറിയണമല്ലോ. എടാ മറ്റുള്ള എന്താണ് ഇവിടെ സംഭവം? സാറിനാണെങ്കിൽ ലോട്ടറി അടിച്ചു സാർ. എടാ ഞാൻ ലോട്ടറി എടുത്തിട്ടില്ലെന്ന്. എൻ്റെ പൊന്ന് സാറാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ചില്ലേ? അതിൻ്റെ അകത്തുനിന്നൊരു ലക്കി ഡ്രോ ആയിട്ട് സാറ് വേണതാ. ഈ ഹോട്ടലുകാർക്ക് വരെ ഇപ്പം ഇങ്ങനെ? അതെ സാർ അത് തന്നെ. ഇതെന്താണിത്? ഗൈസ് എന്തോ വിഷയമുണ്ട് ഗൈസ്. നമുക്കിട്ട് എല്ലാവരും കൂടെ പണിയാന്ന് തോന്നുന്നു. സത്യമാണല്ലോ അല്ലല്ലേ? എടാ ഈ വണ്ടി എടുക്കാൻ പറ്റും എനിക്ക്? എടുത്തോ. ഗൈസ് ഇമാരൊക്കെ വണ്ടി എടുക്കാൻ പോക്കോളാൻ. അല്ല ഇപ്പം ഈ ലോട്ടറിക്ക് എത്ര രൂപയാണ് കാശ്? സാർ കാശുള്ള സാർ 24 മണിക്കൂർ തന്നെ സാറിന് എല്ലാ സാധനങ്ങളും ഫ്രീ ആയിരിക്കും സാർ. എല്ലാ സാധനവും ഫ്രീയോ? അത് കൊള്ളാലോ പരിപാടി. ഞാൻ വണ്ടി എടുക്കും ഉറപ്പാണ്. ഞാൻ വണ്ടി എടുത്തല്ലോ. സാർ എടുക്കും സാറേ. സാറെന്തിനാണ് ഇങ്ങനെ നടന്ന് വെപ്പളം പിടിക്കുന്നത്? അല്ല എനിക്കങ്ങോട്ട് വിശ്വാസമാകുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചാ ഈ മുഖോട്ട് എടുത്തോട്ടെ? എടുത്തോ സാർ എടുക്കുന്നു എല്ലാം ഫ്രീ. എന്നാൽ പിന്നെ എനിക്ക് ഈ വണ്ടി വേണം, ആ വണ്ടി വേണം. സ്ക്രാച്ചായ വണ്ടി വേണ്ട. ആ വണ്ടി വേണം. ഫോട്ടോ എടുത്തോളൂ. ഇനി നല്ലവരിന്ന് ഫോട്ടോ എടുത്തോളൂ. ഇനി വിഷയമില്ല. അതിനടുത്തിനോട് അങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നു, ഇവിടെ ഫോട്ടോ എടുക്കും. ഈ വണ്ടി വേണം, ആ വണ്ടി വേണം. സാർ എന്തെടുത്താലും ഫ്രീ ആണ്. സാറിന് എന്തെങ്കിലും അധികമായിട്ട് വേണം? എടാ താൻ നിൽക്കണം. ഞാനെന്തെങ്കിലും ഒന്ന് ആലോചിക്കട്ടെ. എൻ്റെ ദൈവമേ, എൻ്റെ അടുത്ത് ആദ്യമേ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ചെയ്യാനും. അതുകൊണ്ട് അങ്ങ് അടുത്ത് കിടക്കുന്ന 2 വണ്ടി വേണം. ഈ വണ്ടിയെല്ലാം വേണം. പിന്നെ ഗൈസ് നമുക്കാണെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്കറിനെയും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഗൈസ് നമുക്ക് ഫസ്റ്റ് പോയിട്ട് അതും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അതാകുമ്പോൾ ഈ പുള്ളിയെടുത്ത് നമുക്ക് നല്ലൊരു മാൻഷനും കാര്യങ്ങളൊക്കെ പണിയിപ്പിച്ചിങ്ങെടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഈ പുള്ളിയെടുത്ത് നമുക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അതിന് മുമ്പ് ഈ സ്ക്രാച്ചായ വണ്ടി വേണ്ട ഗൈസ്. നമുക്ക് തല്ലിപ്പൊട്ടിക്കാം. ഇപ്പോൾ തല്ലിപ്പൊട്ടിക്കുന്ന ഞാൻ തൊട്ടടുത്ത് ഫെരാറിക്ക് പിടിക്കും ഗൈസ്. അത് പിന്നെ ഞാൻ വീടൊക്കെ പണിയാനൊക്കെ പറ്റുമല്ലോ അല്ലേ സാർ? എന്ത് പണിയും മേടിച്ചു സാർ, ഒരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഒരു വിഷയമില്ല സാർ. വേറെന്തെങ്കിലും വേണമായിരുന്നു സാർ? ഇവിടെ ഞാനൊന്ന് ആലോചിക്കട്ടോ ഇവനെയൊക്കെ ഞാൻ. ഓക്കെ ഗായ്സ്. എവിടെ താൻ ഈ കോൺട്രാക്ടറിനൊക്കെ സെറ്റ് ചെയ്യുമോ? ഇല്ല സാർ, അത് സാർ തന്നെ സെറ്റ് ചെയ്യണം. ശരി എന്നാൽ ഓക്കെ. നമുക്ക് എന്നാൽ ഈ ബിൽഡിംഗ് എടുത്തോളൂ. ഈ ബിൽഡിംഗ് ഓക്കെ സാർ. താങ്കളുടെ പേരിൽ ഇപ്പോൾ തന്നെ ഈ ബിൽഡിംഗ് ആക്കിയേക്കാം. ഇത് കൊള്ളാലോ പരിപാടി. എടാ ഇത് അൺലിമിറ്റഡ് ആണോ? അൺലിമിറ്റഡ് ഒന്നും അല്ല സാർ, 24 hours ആണ് സാർ. ശരിയാണല്ലോ 24 hours എന്ന് പറയും. അപ്പോൾ നമുക്ക് പരമാവധി സാധനങ്ങൾ വാങ്ങിക്കാൻ വേസ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബുഗാട്ടിയും എല്ലാം കണ്ടിട്ട് വേസ് ഈ ബിൽഡിങ് നമ്മുടെ പേരില്ല. യെസ് ദാറ്റ്സ് മൈ വോയിസ്. ഓക്കെ ഗൈസ്, ഇവിടെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതെന്തോ തിയേറ്ററാണ്. ഇതിൽ നമുക്ക് ഈ 24 മണിക്കൂറും ക്യാഷ് കിട്ടും. ഹലോ ലെസ്റ്റർ, എന്താ വിളിച്ചത്? എടാ ഫ്രാങ്ക്ലിനാണ്. എനിക്കാണെങ്കിൽ ഒരു ലെവിസനാണെങ്കിൽ എടുത്തു വെച്ചേക്കാം. അവിടെ ആ സെറ്റാക്കിയതാണ്, വിഷയമൊന്നുമില്ല. നീ പോരെ ഇവിടെ, നീ അടിച്ചു തന്ന ലൊക്കേഷനിലേക്ക് തന്നെ പോരെ. നോക്കട ഫ്രാങ്ക്ലിനാ. ടാങ്ക് ശരി എന്നാ. അല്ല ഇപ്പം എടാ ഇത് പരിപാടിയാണ് മനസ്സിലാകുന്നില്ല.
ശരിയെന്ന് ഞാൻ എടുത്തു, കുഴപ്പമൊന്നുമില്ല. ആ പുറത്ത് വണ്ടി കിടപ്പുണ്ടല്ലോ. ആ ശരിയെന്ന്. എടാ ഗൈസ് ആണെങ്കിൽ നമ്മളെ എടാ ലെസ്റ്ററേ, നീ ഇതിൻ്റെ ഓഫറിലൊക്കെ നീ എന്തായിരിക്കും ആദ്യമേ ചെയ്യുന്നത്? എൻ്റെ പൊന്നു പ്രായങ്ങളെ ഞാനൊക്കെ ആദ്യമേ പോയി ഒരു മാൻഷൻ പണിയും. അത് കൊള്ള ഐഡിയ അല്ലേ? നമ്മൾ ഒരു മാൻഷൻ. എടാ എങ്ങനത്തെ മാൻഷൻ നീ പണിയും? ഒരു ബീച്ച് സൈഡ് മാൻഷൻ, പ്രൈവറ്റ് ബീച്ചൊക്കെ ഉള്ളത്. എന്നാൽ പിന്നെ നമുക്ക് അത് തന്നെ ചെയ്യാം ഗൈസ്, വിഷയമൊന്നുമില്ല. നമുക്കാണെങ്കിൽ എന്നാൽ ഒരു പ്രൈവറ്റ് ബീച്ചും കാര്യങ്ങളൊക്കെ അങ്ങ് സെറ്റ് ചെയ്തേക്കാം. അപ്പോഴാണെങ്കിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും കുഴപ്പമില്ല. ശരി എന്നാണ് ലെസ്റ്ററെ. ഓക്കെ ഗൈസ്, നമ്മളാണെങ്കിൽ ലെസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കാണെങ്കിൽ ഫസ്റ്റും കാര്യങ്ങളൊക്കെ പോയിട്ട് നമുക്കൊരു കൺസ്ട്രക്ഷൻ വർക്കറിനെ കാര്യങ്ങളൊക്കെ വിളിക്കണം ഗൈസ്. അപ്പോൾ നമുക്കൊരു ബീച്ച് സൈഡ് മാൻഷൻ തന്നെയാണ് നല്ലതാണ് ഗൈസ്, എനിക്കും തോന്നുന്നത്. ഒരു പ്രൈവറ്റ് ബീച്ചൊക്കെ ആയിട്ട് സെറ്റ് ആയിരിക്കും. ഓക്കെ ഗൈസ്, എന്തായാലും നമുക്ക് ഈ പുള്ളിയോട് പറഞ്ഞിട്ട്, സാർ എനിക്കൊരു പിന്നെ ഒരു സ്പെഷ്യൽ സെക്യൂരിറ്റി ഗാർഡിനെയൊക്കെ വേണം സാർ. പിന്നെ ഈ വണ്ടി പണി എൻ്റെയാണ്. പിന്നെ ഈ വണ്ടിയാണെങ്കിൽ ഒരുത്തം വരും, അപ്പോൾ അവനൊന്ന് കൊടുത്തു വിട്ടാകണം. ഓക്കെ ഗൈസ്, അപ്പം ഇവിടുത്തെ കാര്യങ്ങൾ ഈ വണ്ടിയാണല്ലോ പിന്നെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ലെസ്റ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഇഷ്ടം പോലെ വണ്ടികളും കാര്യങ്ങളൊക്കെ വാങ്ങാം. ഇത് ഇച്ചിരി നീളം കൂടുതലാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഫസ്റ്റ് ആണെങ്കിൽ ഈ ബുഗാട്ടിയും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് നേരെ നമ്മുടെ ഒരു കോൺട്രാക്ടറിൻ്റെ കാര്യങ്ങൾ. എടോ താൻ എനിക്കൊരു സെക്യൂരിറ്റി ഗാർഡിനെ തരാമോ? എനിക്കൊന്ന് കോൺട്രാക്ടറിൻ്റെ അടുത്ത് വരെ പോകണം. ഓക്കെ സാർ, സാറിന് ഇഷ്ടമുള്ള ഗാർഡിനെ എടുക്കാം. ഓക്കെ, താൻ ഇച്ചിരി പവർ കൂടിയ സെക്യൂരിറ്റി ഗാർഡിനെ എനിക്ക് ഇനി വണ്ടിയിലും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അന്നേരത്തേന്. ഓക്കെ ഗൈസ്, നമുക്കാണെങ്കിൽ ഈ വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ഏത് വണ്ടിക്ക് പോകണം? അവിടെ ബുഗാട്ടി എടുത്തുകൊണ്ട് പോകുന്നതിന് കുഴപ്പമുണ്ടോ? സാറില്ല സാർ, ഒരു കുഴപ്പമില്ല. എനിക്കാണ് ഈ വെപ്രാളം കാരണം ഒന്നും ചെയ്യാനുണ്ടോന്നില്ല. കാര്യം ചെയ്യാം ഗൈസ്, നമുക്കാണെങ്കിൽ എനിക്ക് ബുഗാട്ടി എടുക്കണം, മറ്റേ വണ്ടി എടുക്കണമെന്ന് നല്ല സംശയമുണ്ട് ഗൈസ്. ഞാൻ എന്ത് ചെയ്യും? എടോ താൻ കോൺട്രാക്ടറിനെ വിളിക്കുകയല്ലോ അല്ലേ? ഇല്ല സാർ, ഞാൻ പണമിടപാട് മാത്രമേ ഉള്ളൂ. ഓക്കെ, പണമിടപാട് ശരി എന്നാൽ. ഓക്കെ, നമുക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെയാണ് നേരെ ഈ ബുഗാട്ടി വേണോ, അത് വേണോ, ഇത് വേണോ? എൻ്റെ അമ്മോ, ഫുൾ കൺഫ്യൂഷനായി ഗൈസ്, ഫുൾ കൺഫ്യൂഷൻ. എന്തായാലും നമുക്ക് ബുഗാട്ടി തന്നെ എടുക്കാം ഗൈസ്. ഫ്രണ്ടിൽ കിടന്ന വണ്ടി തന്നെ നമ്മളിങ്ങ് എടുക്കും. ഓക്കെ, ഇതാണോ? ജിമ്മനാണല്ലോ ഗൈസ്, വിഷയമില്ല. എന്തായാലും നമുക്ക് സെക്യൂരിറ്റീനെ കിട്ടിയിട്ടുണ്ട്. ഗൈസ്, എന്തായാലും നമുക്ക് നേരെ ആണെങ്കിൽ ഗൈസ് ഇത് പോലീസ് കൊള്ളാം. ശരി എന്നാൽ ഗൈസ്, മിലിറ്ററി ഓഫീസ് വരെ ഉണ്ട്, മിലിറ്ററി ഒഫീഷ്യൽസ് വരെ ഉണ്ട് ഗൈസ് ഇവിടെ. എന്തായാലും നമുക്ക് നേരെ ആണെങ്കിൽ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നേരെ പോകാം ഗൈസ്. നമുക്കാണെങ്കിൽ സിമിയോണെ വേണ്ട ഗൈസ്, നമുക്ക് ആദ്യമേ കോൺട്രാക്ടറിനെ വിളിക്കാൻ വേണ്ടി പോകാം, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എന്തായാലും നമുക്കപ്പം നമ്മുടെ കോൺട്രാക്ടറിൻ്റെ കാര്യങ്ങൾ അടുത്തോട്ട് എത്രയും പെട്ടെന്ന് പോകാം ഗൈസ്. നമ്മുടെ മീസ് ബാഗൊക്കെ നമുക്ക് വാങ്ങിച്ചാലോ ഗൈസ്? വേണ്ട, ഇതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഗൈസ്. കാരണം അല്ലെങ്കിൽ പിന്നെ അത് മീസ് ബാങ്കിനൊക്കെ ഒരു മാസത്തെ വാടക വാടക അതിനൊക്കെ നമ്മളിപ്പോൾ കോൺട്രാക്ടറിൻ്റെ അടുത്ത് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം ലക്ഷ്യം വെക്കുക ഗൈസ്. ഇവിടെയും കാര്യങ്ങളൊക്കെ എത്തിപ്പെടാൻ ഇവിടെ കുറേ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആണെങ്കിൽ സൂപ്പർവൈസറിൻ്റെ കാര്യങ്ങളൊക്കെ തപ്പാം ഗൈസ്. ഇവരോട് തന്നെ ചോദിച്ചാൽ മതിയായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഗൈസ്, നമ്മളാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞു ഗൈസ്, നമുക്ക് ഇതിൻ്റെ അകത്ത് 2 പേർക്ക് ഇരിക്കത്തുള്ളൂ ഗൈസ്. എടോ ഈ സൂപ്പർവൈസർ എവിടെയാ? സാറപ്പുറേ. ഈ പുള്ളി എടോ നിങ്ങളാരുടെ സൂപ്പർവൈസർ? ഞാനാണ് സാർ. ഓക്കെ, എന്തായാലും പുള്ളിനെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ്. അതെ, പിന്നെ എനിക്കാണെങ്കിൽ ഒരു വീടും കാര്യങ്ങളൊക്കെ ഒരു മാൻഷനും കാര്യങ്ങളൊക്കെ ഒന്ന് പണിയണമായിരുന്നു. ഓക്കെ സാർ, അതിനെന്നെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ഞാൻ പണിത് തരാം. പക്ഷേ ഇച്ചിരി കാശാണ് സാർ. ക്യാഷൊന്നും നമുക്ക് വിഷയമില്ല. താങ്കളാണെങ്കിൽ ഒരു പ്രൈവറ്റ് ബീച്ചും പിന്നെ ആണെങ്കിൽ എന്നോട് കണക്ക് കൊടുക്കും. ഒരു പ്രൈവറ്റ് ബീച്ചും പിന്നെ ആണെങ്കിൽ ഒരു പ്രൈവറ്റ് മാൻഷൻ ഓൺ ബീച്ച് സൈഡ്, അതാണ് എനിക്ക്. പ്രൈവറ്റ് ബീച്ചാണ് നമുക്ക് വേണ്ടത്, അതാണ്. ശരി എന്നാൽ താനിങ്ങനെ ഒന്ന് വണ്ടി കയറി കേട്ടോ. ഓക്കെ, പുള്ളിയോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു, പുള്ളിയാണെങ്കിൽ വരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സെക്യൂരിറ്റി ഗാർഡിനാണെങ്കിൽ നമ്മൾ ടാക്സിക്ക് വന്നോളാൻ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പോരുവാണ് ഗൈസ്. ഓക്കെ, സംഭവം നമുക്ക് നേരെ എന്തായാലും നമ്മുടെ ആ സ്ഥലത്തേക്ക് പോകാം ഗൈസ്, മറ്റേ മാനേജറുള്ള സ്ഥലത്തേക്ക്. ഈ കമ്പനിയുടെ പേര് പോലും എനിക്ക് അറിയത്തില്ല ഗൈസ്.
നമുക്ക് പേരറിഞ്ഞാലും അറിഞ്ഞില്ല വണ്ടി സ്ക്രാച്ചായി, അത് കുഴപ്പമില്ല. വണ്ടി അല്ല കമ്പനിയുടെ പേരറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് കാശ് മതി. ഓക്കെ സാർ, എന്തായാലും നമുക്ക് ആണെങ്കിൽ ഈ പുള്ളിനായിട്ട് പോകാം ഗൈസ്. പുള്ളിനൊന്നും പറയുന്നില്ല, കുഴപ്പമില്ല ഗൈസ്. നമുക്കാണെങ്കിൽ നേരെ ആണെങ്കിൽ അവിടെ ചെന്നിട്ട് അവർ പണമിടപാടൊക്കെ നടത്തിക്കോളും. ഞാനാണെങ്കിൽ ഇവർക്ക് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെയാണോ? അതുപോലെ സാർ. ഓക്കെ, ഈ പുള്ളിയാണെങ്കിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ $10 ലക്ഷം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെയാണെങ്കിൽ ഇവിടെയും കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടി നിർത്താം ഗൈസ്. താണ്ടിറങ്ങിയോ. ഓക്കെ ഗൈസ്, കമോൺ സെക്യൂരിറ്റി സുഖല്ലേ? ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ഉള്ളിലേക്ക്. പുള്ളി ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തി. നമ്മളാണെങ്കിൽ സ്ലോ ആയിട്ട് ഡ്രൈവ് ചെയ്ത് വന്നുകൊണ്ടാണ്. ഓക്കെ സാറ്, എടോ താൻ ഇയാൾക്കാണെങ്കിൽ കാശും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തരാം. പുള്ളി ഞാൻ കാശും അല്ല ഇത് ഐഡിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ സാർ, എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് സിമൻറ്റ് കട വരെ ഒന്ന് പോയിട്ട് വരാം. താൻ ഇയാളുമായിട്ട് പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഓക്കെ സാർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ ഇനിയാണെങ്കിൽ അടുത്ത വേണ്ടെന്ന് പറഞ്ഞു. എടോ താനാണെങ്കിൽ ഇതിൻ്റെ പൈസയുടെ കാര്യമൊക്കെ സെറ്റ് ചെയ്യണം. പിന്നെ നമുക്കാണെങ്കിൽ അടുത്തായിട്ട് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണ്ണമായിട്ടുള്ള വണ്ടിയാണ്. എടോ പിന്നെ ഒരു സീക്രട്ട് പാത്ത് വേയും കൂടെ വേണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ഓക്കെ സാർ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു കിണ്ണമായിട്ടുള്ള മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ വേണം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ ഫസ്റ്റ് നമുക്കാണെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി എടുത്തിട്ട് നേരെ അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോവാം ഗൈസ്. അപ്പോൾ ഈ ഫെരാരി എടുക്കണോ ഈ വണ്ടി എടുക്കണോ? അത് പിന്നെ ഞാനൊരു വണ്ടി കൂടെ മേടിക്കാൻ പോയേക്കാം കേട്ടോ. ശരി സാർ. ഓക്കെ, പുള്ളിയാണെങ്കിൽ സമ്മതിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വണ്ടിയിലും കാര്യങ്ങളൊക്കെ കയറാം ഗൈസ്. കയറിക്കും. ഇതാണ് ഈ പുള്ളിയുടെ അസിസ്റ്റൻറ്റ് മാനേജറാണ്. മാറിക്കടോ. ഈ സെക്യൂരിറ്റി ഒക്കെ പേടിക്കുവാണല്ലോ. എടോ ഞാനാടോ, താൻ പേടിക്കാതെ. ഈ പേടിത്തൊണ്ടന്മാരെയാണല്ലോ ഈ നമ്മളാണെങ്കിൽ സെക്യൂരിറ്റി ആയിട്ട് വെച്ചേക്കുന്നത്. എൻ്റെ അവസ്ഥ ഈ രാവിലത്തെ പോലെ നമ്മളാണെങ്കിൽ ഒരു ബോംബ് പ്രൂഫ് വണ്ടി കൊണ്ടാണ് ഈ വാങ്ങിക്കാൻ പോകുന്നത്. സോ ഇതായാലും നമ്മൾ സെറ്റാക്കും ഗൈസ്. നമുക്ക് നേരം കാര്യങ്ങളൊക്കെ സിമിയോൻ്റെ ഷോപ്പിൽ സാധാ വണ്ടി ഇല്ലാത്തതാണ് ഗൈസ്. കാരണം സിമോനാണ് വണ്ടിയും കാര്യങ്ങളൊന്നും ഇടത്തില്ല ഗൈസ്. അവനാണെങ്കിൽ ഓർഡർ വരുമ്പോൾ മാത്രമേ വണ്ടിയും കാര്യങ്ങളൊക്കെ മേടിക്കുള്ളൂ. അതുകൊണ്ടാണെങ്കിൽ അവൻ്റെ കടയിൽ പകുതി മുക്കാൽ കച്ചവടം പോകും ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ കടയൊക്കെ വണ്ടിയില്ലെന്ന് വിചാരിച്ച് ആൾക്കാരാണെങ്കിൽ വീട്ടിൽ പോകും. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും നമുക്ക് കയറിയിട്ടാണ് ഒരു ഓർഡർ കൊടുക്കുക ഗൈസ്. അവനെ ഓർഡർ കൊടുക്കുന്നതുകൊണ്ട് അവൻ്റെ കടയിലില്ലെങ്കിലും നമുക്ക് സാധനം കിട്ടും ഗൈസ്. അതുകൊണ്ട് നമുക്ക് ലോസിൽ ഒരെണ്ണമായിട്ടുള്ളൊരു വണ്ടിയും കാര്യങ്ങളൊക്കെ ചോദിക്കാം. എടോ ഞാൻ ഇച്ചിരി വില കൂടിയൊക്കെ പറയും. ഒന്നും കുഴപ്പമില്ല സാർ. എന്തായാലും ജീവിതത്തിലൊരു തവണയല്ലേ ഇങ്ങനത്തെ അവസരമൊക്കെ കിട്ടുമല്ലോ. പോയേക്കാം. നമ്മൾ നാളെ തൊട്ട് 10 ലോട്ടറി വെച്ച ഒരു ദിവസം ആണ്. ഇതിനുള്ളിൽ ഇവനൊക്കെ ഓഫീസിൽ ഗൈസ് ഇവിടെയാണ് ഈ സിമോണില്ല. ഇവിടെ സാർ ഇവിടെ ആണെങ്കിൽ ഒരു ആള് നിൽക്കുന്നത്. അതാരാണ്? എടോ താൻ അപ്പുറം ഇരിക്കുന്നവൻ എന്തിനാണോ ഇവിടെ വന്നിരിക്കുന്നത്? താനാണെങ്കിൽ എനിക്കാണെങ്കിൽ വണ്ടി വേണം. തൻ്റെ കടയിൽ ഇപ്പോൾ വണ്ടിയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. താൻ്റെ ഒരു ഓർഡർ കൊടുക്കണം. മോസ്റ്റ് എക്സ്പെൻസീവ്, മോസ്റ്റ് സ്പീഡർ, പിന്നെ ആണെങ്കിൽ ഭയങ്കര ബോംബ് പ്രൂഫ് ആയിരിക്കണം. അങ്ങനെ സംഭവങ്ങളൊക്കെ അങ്ങനെയൊക്കെ വരുന്നൊരു വണ്ടിക്ക് എത്ര രൂപ ആവും താൻ പറയണം. ഊന്തുവണ്ടി കിട്ടും കേട്ടാ. എന്റെ പൊന്ന് ഫ്രാങ്കിള്, നിനക്ക് പ്രാന്ത് തന്നെടാ. എടാ ഇവിടെ അങ്ങനത്തെ വണ്ടിയൊന്നുമില്ല. നീ ഇറങ്ങി പൊക്കി എന്റെ വെറുതെ എന്റെ സമയം കളയാതെ ഇറങ്ങി പോടാ. എൻ്റെ പൊന്നാര സിനിമ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. എൻ്റെ പൊന്ന് സിനിമ, നീ വില പറ. എന്നാ ശരി, നീ ആണെങ്കിൽ നിന്റെയുള്ള കാശിന് കൊടുത്തിരുന്നു $100 മില്യൺ. എത്ര? $100 മില്യൺ. അതാണ് വണ്ടിയുടെ വില. എന്തുവാടോ ഇത്? അതാണ് പറഞ്ഞത് നിന്നോട് ഇറങ്ങിപ്പോവാൻ. കാശൊന്നും നമുക്ക് വിഷയമില്ല. ഞാനാണെങ്കിൽ സെറ്റാക്കി തരാം. എന്താ പുറത്തേക്ക് എന്നോട് കയറി വരാൻ ഞാനൊന്ന് പറയട്ടെ. അവനാണെങ്കിൽ നിന്നോട് കാശിന് കാര്യമൊക്കെ സെറ്റാക്കി തരും. എടാ സിമി, നീ പേടിക്കാതറാ. എൻ്റെ മോനെ, മറ്റേ കാശ് ഈ കാശ് എല്ലാം കൂടെ ആകുമ്പോൾ സെറ്റാവും. എടോ താനാണെങ്കിൽ ഇയാളോടാണെങ്കിൽ നേരെയാണെങ്കിൽ കാശിൻ്റെ കാര്യമൊക്കെ ഇടപാട് ചെയ്തോ. ഓക്കെ, അപ്പോൾ അതും സെറ്റായി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താന്
ഇയാളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഞാനപ്പോഴത്തേനും കൺസ്ട്രക്ഷൻ്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കിയിട്ടൊക്കെ വരാം ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇറങ്ങി അങ്ങ് പോവാം. സിമ വണ്ടി ശരിയാക്കണേ, ഓക്കടാ. ഓക്കെ, സിമയാണെങ്കിൽ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. അയ്യോ, ഒരു കാര്യം ചോദിക്കാൻ പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് ഇടാം ഗൈസ്. എത്ര മണിയാകുമ്പോൾ കിട്ടുമെന്ന് പറയണം ഗൈസ്. നമുക്ക് 24 മണിക്കൂറുള്ളത് സെറ്റാണ് ഗൈസ്, അതാണ് വിഷയം. അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, കുഴപ്പമില്ല ഗൈസ്. നമുക്ക് സിമയാണ് മെസ്സേജ് ഇടാം. 24 മണിക്കൂറിനുള്ളിൽ വേണമെന്ന് നമുക്കൊരു 110 മില്യൺ ഡോളേഴ്സും കൊടുത്തേക്കാം ഗൈസ്. നമുക്കാണെങ്കിൽ നമുക്ക് കാശും കാര്യങ്ങളൊക്കെ അങ്ങ് കൊടുത്തേക്കാം ഗൈസ്, വിഷയവും കാര്യങ്ങളൊന്നും ഇല്ലോ. അപ്പോൾ ഗൈസ് നമുക്കാണെങ്കിൽ നേരെയാണെങ്കിൽ നമ്മൾ ആ മേടിച്ച ബിൽഡിങ്ങിൻ്റെ അടുത്തോട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് പോവാം ഗൈസ്. എനിക്ക് ഒരു ചെറിയ ആഗ്രഹം കൊണ്ടുണ്ട് ഗൈസ്, നമുക്ക് ലാസ്റ്റ് പറയാം ഗൈസ്. മീസ് ബാങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിലാക്കാം ഗൈസ്. മോട്ടോർ ബൈക്ക് ഗൈസ് വേണ്ട ഗൈസ്, ബൈക്ക് മേടിക്കേണ്ട ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ എപ്പോൾ വേണേലും ആക്രമണം ഉണ്ടാവും ഗൈസ്. എന്തായാലും ലെസ്റ്ററും കാര്യങ്ങളൊക്കെ വന്ന് വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി കാണണം ഗൈസ്, അവനെടുത്തുകൊണ്ട് പോവായിരിക്കും. ഓക്കെ, അപ്പം എന്തായാലും നമ്മളും കാര്യങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ അടുത്തൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാരുടെ ഇവിടെ കൊണ്ട് ഞാനൊക്കെ പറഞ്ഞത് എന്തായാലും ഇവിടെ. ഓക്കെ, നമുക്ക് ഈ സൈഡിലോട്ടും കാര്യങ്ങളൊക്കെ ഇറക്കി അങ്ങ് നിർത്തിയേക്കാം, അല്ലെ പിന്നെ നമുക്ക് വണ്ടി ഇറക്കാനായിട്ട് പാടായിരിക്കും ഗൈസ്. ഓക്കെ, നമുക്ക് ഇറങ്ങാം ഗൈസ്. ഈ വണ്ടിയും കാര്യങ്ങളെന്നൊക്കെ ഇറങ്ങിയിട്ടാണെങ്കിൽ നമുക്ക് ഈ കോൺട്രാക്ട് എടോ വീടിൻ്റെ പണിയൊക്കെ എവിടം വരെ എടോ, കാശ് കിട്ടിയോ? കിട്ടു സാർ, കിട്ടു സാർ. ഞാനെന്നാൽ പണി തുടങ്ങി കിട്ടു സാർ. പണി തുടങ്ങണോ? എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ സാധനം കഴിഞ്ഞ് കിട്ടാനുള്ളതാണ് സാർ. 24 മണിക്കൂർ ഇച്ചിരി ടഫാണ് സാർ, എന്നാലും ഞങ്ങൾ പരിശ്രമിക്കും സാർ. എടോ താൻ പരിശ്രമിച്ചാൽ പോരെ, എനിക്ക് പരിശ്രമം വേണ്ട, എനിക്ക് ജയം കണ്ടാച്ചാൽ മതി. എനിക്ക് 24 മണിക്കൂറിനുള്ളിൽ തീർന്ന് കിട്ടണം. ശരി സാർ, ഓക്കെ സാർ. പൈസ ഇച്ചിരി കൂടും, അതൊന്നും വിഷയമില്ല, നീ ആ പുള്ളിയോട് പറഞ്ഞാൽ മതി. ഓക്കെ സാർ, ഓക്കെ സാർ. എന്നപ്പോൾ നമ്മൾ പണി തീർത്തിട്ടുള്ളൂ സാർ. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും ഇവനോടും കാര്യങ്ങളോടൊക്കെ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരം പോയി ഒന്ന് റെസ്റ്റ് എങ്കിലും എടുക്കണം ഗൈസ്. അപ്പോൾ താനിവിടെ വർത്താനം പറഞ്ഞിരിക്കാതെ പോയി പണി തുടങ്ങണോ ഗൈസ്. പുള്ളിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോവായിരിക്കും. എന്തായാലും നമുക്കാണെങ്കിൽ കുറച്ച് നേരം ഇതിലേക്കൂടെ നടന്നാൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല ഗൈസ്. നമുക്ക് എന്തായാലും കുറച്ച് നേരം നമ്മൾ മേടിച്ച് ബിൽഡിങ്ങിൻ്റെ അകത്തും കാര്യങ്ങളൊക്കെ ഒന്ന് കയറി അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കാം ഗൈസ്. ഇത് നമ്മൾ പണ്ടത്തെ ഒരു സിനിമാ തിയേറ്ററും കാര്യങ്ങളൊക്കെ ആണ് ഗൈസ്. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ കുറേ പേരൊക്കെ സിനിമയെ കാണാനൊക്കെ വരും. അപ്പോൾ ഈ പുള്ളിയോട് പറഞ്ഞേക്കാം, എടോ താൻ ആ പുള്ളിക്ക് കാശ് കൊടുത്തില്ലേ? കൊടുത്തു സാർ, കൊടുത്തു. എന്നാൽ തനിക്ക് കൊള്ളാം. ഓക്കെ, അതും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനിയും കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. എൻ്റെ മനസ്സിലാണെങ്കിൽ എടോ ഈ വണ്ടി ലെസ്റ്റർ കൊണ്ടുപോയില്ലേ സാറ്? ഞങ്ങളാണെങ്കിൽ സാറിൻ്റെ കൂട്ടുകാരനാണെന്ന് ഓർത്തിട്ട് സാറ് ഞങ്ങൾ തല്ലി ഓടിച്ചു. എടോ ലെസ്റ്റർ എന്തോർത്ത് കാണും. എടോ തന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലടോ, എന്നിട്ട് താനൊക്കെ ഇങ്ങനെ കാണിക്കാവോ? എൻ്റെ മോനെ. എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഗൈസ്, വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറകോട്ട് താനിച്ചിരി പേടിക്കണം, തന്നെ ഇടിച്ചു പോലും. നമ്മളൊന്നും ചെയ്യേണ്ട ഗൈസ്, അല്ലെ പുള്ളി വേണം. നമ്മൾ കാശിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കാൻ നമ്മളൊന്നും ചെയ്യത്തില്ല ഗൈസ്. വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തോട്ടും കാര്യങ്ങളൊക്കെ എടുത്തിട്ടേക്കാം. അതാകുമ്പോൾ പിന്നെ ഈ സെക്യൂരിറ്റി ഗാർഡ്സിൻ്റെ ഇതിൽ നിന്ന് മാറി കിട്ടിക്കോളൂ. എൻ്റെ മോനെ, നല്ല ലെസ്റ്റർ ഇപ്പം എന്ത് വിചാരിച്ച് കാണും? നമ്മളായിരിക്കും അല്ല സെക്യൂരിറ്റി ഗാർഡിനോട് പറഞ്ഞതെന്നൊക്കെ ആലോചിച്ച് കാണുമായിരിക്കും. ഇവനെ ഞാൻ ലെസ്റ്ററിന് അടി കിട്ടിക്കാണും. ലെസ്റ്റർ ആശുപത്രി ആവാതിരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, നമുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നേരെ ഈ വണ്ടി ആ പുള്ളിയോട് ഞാൻ പറഞ്ഞതാണ് ഇവിടെയും കാര്യങ്ങളൊക്കെ ഇട്ടേ ഗൈസ്. ഇനി നമുക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഈ ബിൽഡിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഉള്ളിലെയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊന്നും ആലോചിക്കാനും പറ്റുന്നില്ല ഗൈസ്. എന്തോ എവിടെയോ മിസ്സിങ് പോലൊക്കെ എനിക്ക് തോന്നുന്നു. പക്ഷേ ആണെങ്കിൽ എന്തായാലും നമ്മളെ മാൻഷൻ പണിയാനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആണെങ്കിൽ സീക്രട്ട് പാത്ത് വേ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പുള്ളി ഇവിടെ വന്നു. എടോ താനാണ് എനിക്ക് റെഡി. എടോ താനാണെങ്കിലേ എൻ്റെ വീട്ടിൽ ആക്രമിച്ചവരെ ഒന്ന് താൻ പോയി ഇത് കണ്ടുപിടിക്കണം തനിക്ക് $10 മില്യൺ. ഓക്കെ, താങ്ക് യു സാർ. ഞാനാണെങ്കിൽ ഉറപ്പായിട്ട് അവനെ കണ്ടുപിടിച്ചിരിക്കും സാർ. എന്നാൽ തനിക്ക് കൊള്ളാം. ശരി എന്നാൽ ഓക്കെ, നമുക്കാണെങ്കിൽ ഈ പുള്ളിയാണെങ്കിൽ പറഞ്ഞിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. താറവിടെ അടുത്ത വല്ല വീട്. എടോ താൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ താൻ്റെ ഫുൾ ടൈമിൻ്റെ ലൈഫ് ടൈം ഗാർഡായിരിക്കും. ഓക്കെ സാർ. എടോ താനൊന്ന് പോയി കണ്ടുപിടിക്കണോ? താൻ വേഗം പോകണേ, തനിക്ക് കുറച്ചുകൂടെ കാശ് കൂട്ടിത്തരും. സാർ പോയാൽ നിനക്ക് കൊള്ളാം.
ഓക്കെ, നമ്മളാണെങ്കിൽ ആ ഗ്യാങ് മെമ്പറിനും കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് അയച്ചിട്ടുണ്ട് ഗൈസ്. എന്തായാലും അവനാണെങ്കിൽ നമ്മളോട് ആദ്യമേ തന്നെ നമ്മൾ അവനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് പിന്നെ വിഷയമില്ല ഗൈസ്. നമുക്ക് എന്തായാലും ബിൽഡിങ്ങിന് ഉള്ളിലും കാര്യങ്ങളൊക്കെ ഒന്ന് കയറിയിട്ട് കുറച്ച് നമ്മളാണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് അങ്ങാണ്ട് കിടന്നുറങ്ങിയതാണ് ഗൈസ്. പിന്നെ നമ്മൾ രാത്രി എണീറ്റ് എടാ ഇയാളെന്തിനാണ് പിടിച്ചു നിർത്തിയേക്കുന്നത്? കൈ സമയം കണ്ടോ? ഇനി നമുക്ക് വെറും 8 മണിയായിട്ട് വന്നു. സാറിന് വെറും 5 മണിക്കൂറും കൂടെ ബാക്കിയുള്ളൂ. 5 മണിക്കൂറും കൂടെ ഉള്ളു. അല്ലേ എടോ, താൻ പറഞ്ഞ ആളെ മാഫിയാണിത്. അത് സാർ ഇവരാണെങ്കിൽ ഒട്ടും കുറ്റം സമ്മതിക്കുന്നില്ല. കുറ്റം സമ്മതിക്കുന്നില്ലെന്നോ? അത് കൊള്ളാലോ. എന്തായാലും ഞാൻ ഇവനെ ചോദ്യം ചെയ്യട്ടെ. എടാ, താൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ കയറി ആക്രമിച്ചത്? സാർ ചോദിച്ചു സാർ. എടോ ഞാൻ ചോദിക്കുമല്ലോ, താൻ ഉണ്ടായിരുന്നോ? ഞങ്ങൾ കൊള്ളാലോ. ഞാൻ ഇവനോടും ചൂടാ. ഓക്കെ ഗൈസ്, ഇവനോട് ഞാൻ താൻ എന്തിനാണ് എൻ്റെ വീട്ടിൽ ആക്രമിച്ചത്? എനിക്ക് തോന്നിയുണ്ട്. അത്ര എൻ്റെ അമ്മോ, ആർപ്പി ആ ഗാർഡാണെങ്കിൽ വെടിവെച്ചു ഗൈസ്. ഇത് ഡയറക്റ്റ് തന്നെ ചത്തുപോയി കേട്ടോ. ലൈഫ് ടൈം ഗാർഡ്. എൻ്റെ മോനെ വണ്ടിക്ക് പിടിച്ചു. എൻ്റെ മോനെ വണ്ടിയും പോയി, പുള്ളിയും പോയി. എൻ്റെ മോനെ വിഷയം ഇനിയും പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികൾക്കല്ല. എൻ്റെ മോനെ വിഷയമായി പോയി. ഓ, അയാളെ കട്ടക്കണുണ്ടോ? എൻ്റെ അമ്മോ, ഈ പുള്ളിക്ക് ആർപ്പിച്ച് വരെ ഉപയോഗം അറിയത്തില്ലായിരുന്നു. ക്രാപ്പൻ പനയൊക്കെ വരട്ട കിടക്കണ കണ്ടില്ലേ? നമുക്കാണെങ്കിൽ കാശൊക്കെ കൊടുക്കുന്ന ആളുകൾ ചത്തുപോയി. ആ വീടിൻ്റെ കാരണം കാശ് കൊടുത്തായോണ്ട് രക്ഷപ്പെട്ട ഈസ്. എന്നാലും നമുക്ക് ഉറപ്പില്ല ഈസ്. കാരണം അവിടെ കാറിൻ്റെ അവിടെ പോയിക്കുന്ന അസിസ്റ്റന്റ് മാനേജറാണ് ഈസ്. നമുക്ക് എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പുള്ളി എടുത്തോട്ടും കാര്യങ്ങളൊക്കെ പോവാൻ കഴിച്ചു. അതിന് മുമ്പ് ഫസ്റ്റ് ഈ പുള്ളിക്ക് ജീവനില്ല ഈസ്, ചത്തു. എന്തായാലും നമുക്ക് വേഗം വണ്ടി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാം. എന്തായാലും ആംബുലൻസൊക്കെ കാര്യങ്ങൾ പോലീസ് വരുന്നതിന് നമുക്ക് പോയാൽ കഴിച്ച്, അല്ലെ വിഷയമാവും. ഓക്കെ, ഇവിടെ ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും വണ്ടി കാര്യങ്ങളും എടുത്തോണ്ട് നേരെ കാര്യങ്ങൾ പോയാൽ ഫയർഫോഴ്സൊന്നും തെറ്റും. പൊടെ നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ വണ്ടി കാണാനായിട്ടങ്ങ് ചെന്ന് നമ്മുടെ പുതിയ വണ്ടി കാണാൻ കൊള്ളാൻ മിസ് ലംബോർഗിനി വല്ലതും ആയത്. അതിന് വേറെ വല്ല ബ്രാൻഡ് വേണം. എന്തിനാ ഡേസ്, നമുക്ക് എന്തായാലും എൻ്റെ ഒന്ന് ജസ്റ്റ് ഇതിനാണ് ഈസ് രക്ഷപ്പെട്ടത്. എൻ്റെ മോനെ സിനിമ അമ്മേ ബുഗാട്ടിയിൽ വരച്ചിരിക്കുന്നു നൈസ്. സൈഡിലൊരു ലൈറ്റോടെ കടിച്ചു പോയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബുഗാട്ടി കാര്യങ്ങൾ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോൾ സിനിമയുടെ ഇതാണ് വണ്ടി. ചേട്ടാ സിനിമ സെറ്റ് കാണും. നിങ്ങൾക്ക് ആശ കിട്ടിയോ? ഭാഗ്യം. ഈ പുള്ളിയോട് ഞാനിപ്പോൾ എന്നാ പറയും? ഓക്കെ, വണ്ടി കേട്ടോ. വണ്ടിക്കകത്ത് കാശ് കിട്ടിയായിരുന്നു. വിഷയമല്ല ഈ ആ പുള്ളിക്ക് കാശ് കൊടുത്തായിരുന്നു. എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ ഈ വണ്ടിയും എല്ലാം എടുത്തുകൊണ്ട് നമുക്കാണെങ്കിൽ നമ്മുടെ മാൻഷനിലേക്ക് കാര്യങ്ങളൊക്കെ പോവാം. എന്തായാലും പണി കഴിഞ്ഞ് കാണും. ഇയാളോടും ചോദിച്ചോട്ടെ. എടോ, തൻ്റെ മാനേജർ മരിച്ചു കേട്ടോ. സെക്യൂരിറ്റി ഗാർഡിനെ ചവിട്ടിക്കൊല്ലു സാർ. എടോ, ഇനി അയാളെ ചത്തിട്ട് മണിക്കൂറായി. താനിവിടെ കിടന്ന് ചവിട്ടിക്കൊല്ലും എന്ന് പറയണ്ട. പുള്ളി ആദ്യമായി ചത്തത്. സാർ അവനെയൊക്കെ നിയമിക്കാൻ പോയി എന്നെ വേണം പറയാൻ. ഇവനൊക്കെ കമ്പനിയുടെ പേര് പോലും പറയത്തില്ല. എന്തായാലും നമുക്ക് ലാഭം. എന്നാ ശരി, ഞാനീ വണ്ടി എടുത്തോണ്ട് പോവാണ്. മറ്റേ വീടിന് നാഷണൽ കാശ് കൊടുത്തല്ലേ? അതെ സാർ, അതെ. അവൻ കരയുന്നു. ഓർത്താണ്ട് പട്ടിക്കുഞ്ഞ് കരയുന്നു. വേറെ സിനിമയുടെ ഫോട്ടോ ചുമ്മാ ഫെയിമിങ് ആകാതെ ഞാൻ പോവാ. സ്കിന്നും വണ്ടി നമുക്ക് എൻ്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ വണ്ടിക്ക് തീരെ പൊക്കൂല്ലേ.
കട്ടി ചെറുതായിട്ട് അറിഞ്ഞു ഗൈസ്. കിണ്ണ സാധനം ഗൈസ്. എൻ്റെ മോനെ ബോംബ് പ്രൂഫ് ആയതുകൊണ്ട് പിന്നെ വണ്ടിക്ക് ഒന്നും പറ്റത്തില്ല ഗൈസ്. നമുക്ക് കിണ്ണും വണ്ടി കയറുകളെ കിട്ടി. എൻ്റെ മോനെ വിഷയം ഗൈസ്. നമുക്ക് നേരെയാണെങ്കിൽ വണ്ടി കയറുകളെ വിട്ടങ്ങ് ഗൈസ്. വിഷയമായ നമ്മുടെ നേരെ മാൻഷൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഗൈസ്. നമ്മുടെ പ്രൈവറ്റ് ബീച്ചിൻ്റെയും കാര്യങ്ങളൊക്കെ. അപ്പം നമുക്ക് ആ ഫുട്ടേജും കാര്യങ്ങളൊക്കെ പോയിട്ട് സെറ്റാകും ഗൈസ്. നമ്മുടെ സീക്രട്ട് പാത്ത് പോയി ഇവിടെ വല്ലതും ആണോ? ഇങ്ങോട്ടൊക്കെ അത്രയ്ക്ക് വെക്കോ അവിടത്തേനൊക്കെ തന്നെ ആയിരിക്കും. അപ്പം എന്തായാലും നമുക്കും കാര്യങ്ങളും അങ്ങോട്ടും കാര്യങ്ങളൊക്കെ പോവാം ഗൈസ്. ഓക്കെ ഗൈസ്. നമ്മളാണെങ്കിൽ കിണ്ണമായിട്ട് ഈ വണ്ടിക്ക് കിണ്ണ സ്പീഡാണ് ഗൈസ്. ഭയങ്കര സ്പീഡാണ്. എന്തായാലും എൻ്റെ മോനെ ബ്രേക്കിംഗ് ആവശ്യമാണ്. അതുകൊണ്ട് പിന്നെ വിഷയമില്ല ഗൈസ്. സീൻ വണ്ടി. ആ ലുക്ക് നോക്കി മറ്റേ ഫ്ലൈറ്റിൻ്റെ ഇതുപോലെ ലൈറ്റൊക്കെ നോക്കി കിണ്ണ സാധനം. വിഷയവേ എൻ്റെ ഇൻറ്റീരിയർ നോക്കി കിണ്ണ സാധനം. ഉണ്ട് സ്റ്റിയറിങ്ങിലൊക്കെ നമ്മൾ ടാബൊക്കെ കാര്യങ്ങളൊക്കെ. എൻ്റെ മോനെ ഇപ്പോൾ ട്രക്ക് കണ്ടുപിടിച്ചാണ്. അപ്പോൾ എൻ്റെ ഗൈസ് അപ്പോൾ ഇടിച്ചത് കണ്ടു ഗൈസ്. എന്നിട്ടും വണ്ടിക്ക് ഒരു കുഴപ്പമില്ല ഗൈസ്. ഗൈസ് ജെറ്റ് പോകാനല്ലേ പോകുന്നത്. എൻ്റെ മോനെ ആക്കെ ഓക്കെ ഗൈസ്. നമ്മളാണെങ്കിൽ നമ്മുടെ സ്വന്തം ബീച്ച് മാൻഷനിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതാ നമ്മുടെ വീടിൻ്റെ അടിവശമാണ് ഗൈസ്. ഞാൻ തപ്പി വരുമായിരുന്നു ഗൈസ് നമ്മുടെ സീക്രട്ട് പാത്ത് വേയും കാര്യങ്ങളൊക്കെ. ഇവിടെ ഒന്നും കാണാനൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇതുവഴി ഇങ്ങനെ വന്നപ്പോൾ ഈ ഗൈസ് വണ്ടി ബോംബ് പ്രൂഫാന്ന് പറഞ്ഞാൽ വേരി ബോംബ് പ്രൂഫ് അല്ല ഗൈസ്. നമുക്ക് ഈ പരിപാടി വേണ്ട ഗൈസ്. വണ്ടി വെയിലിടിച്ച് തകർത്തിട്ട് അത് റിപ്പയർ ചെയ്യാനുള്ള കാശ് പോലും എൻ്റെ അക്കൗണ്ടില്ല. അക്കൗണ്ടുണ്ട് ഗൈസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ നൈസായിട്ട് പുള്ളി ചത്തപ്പാടെ പുള്ളിയുടെ ATM കാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതിൽ നിന്ന് എനിക്ക് പാസ്വേഡും കിട്ടി ഗൈസ്. ഞാൻ ആ കാശ് മുഴുവൻ റിട്രീവ് ചെയ്തു ഗൈസ്. യെസ്. നമുക്ക് എടോ ഇതിൻ്റെ സീക്രട്ട് പാത്ത് വേ എവിടെയാണോ? താഴെ ഞാൻ തപ്പിട്ട് കണ്ടില്ലല്ലോ. ശരി എന്നാ ഗൈസ്. പുള്ളിയാണ് അവിടെ കാര്യങ്ങൾ. മിററാണോ അതോ പാത്ത് വേ വല്ലതാണോ? താഴെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഞാൻ ഓർത്ത് ഇതല്ല ഗൈസ്. ഇതല്ല എൻ്റെ പഴയ പെണ്ണുങ്ങളും ഭയങ്കര വലിപ്പമുണ്ട് ഗൈസ്. ഈ പെണ്ണ് എന്തായാലും നമുക്ക് ഇതായിരിക്കും. ഇതല്ലേ? ഞാൻ ചുമ്മാ ഡോറൊക്കെ തല്ലി പിടിക്കുന്നത്. സാർ തല്ലി പിടിച്ചിട്ട് പിന്നെ ഞങ്ങളെ വിളിക്കണേ. താമ്പോടെ കൊടുക്കുന്നു കാശ് ഗൈസ്. പിന്നെയും നമുക്ക് കാശ് വെച്ചു. അപ്പം ഈ പുള്ളിയുടെ കയ്യിൽ നിന്നും കാശ് കിട്ടി ഗൈസ്. നമുക്ക് 124 മില്യൺ ഗൈസ്. യാ ഗൈസ് വാട്ട് എ ലക്ക്. നമ്മൾ എല്ലാ ദിവസവും പോയി ലോട്ടറി എടുക്കും. എന്തായാലും എപ്പോഴും നമ്മൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതാണ്ട് ഹോട്ടലിൻ്റെയും കാര്യങ്ങളൊക്കെ ഫുഡ് കഴിച്ചപ്പോഴാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ആയതൊന്നും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ഇന്ന് പുറത്തുനിന്ന് ഇത് ഫുഡ്. യാ കാശ് തീർക്കണ്ട. ഇതല്ല എന്തായാലും ഈ വീടിൻ്റെ കറണ്ട് ബില്ല് അടയ്ക്കാൻ തന്നെ എൻ്റെ കയ്യിലുള്ള കാശ് കൂടെ വേണ്ടി വരും. എന്തായാലും നമുക്ക് പാത്ത് വേ കണ്ടുപിടിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം ഗൈസ്. ഇവിടെ അല്ല ഇവിടെ നല്ലൊരു പൂളും കാര്യങ്ങളും ഗൈസ്. നമ്മൾ പൂളിലൊന്നും ഇറങ്ങത്തില്ല ഗൈസ്. നമ്മൾ താഴെ നോക്കുക ഗൈസ്. കടലിൽ അങ്ങോട്ട് ചാടുക. വിഷയമല്ലേ. ഇവിടെ നിന്ന് എത്തി ആടി കഴിഞ്ഞാൽ എൻ്റെ തലമുണ്ട് പോയി. ഇവിടെ ഇറങ്ങിപ്പോടാ. എൻ്റെ പ്രൈവറ്റ് ബീച്ചാന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾ വരവേൽക്കാൻ പിന്നെ ഇറങ്ങിപ്പോടോ. ഓക്കെ നമുക്കെന്തായാലും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെ ഇതായിരിക്കും ബാത്ത് വേ. ഗൈസ് ഇത് ഡൈനിങ് ഹാളാണ് ഗൈസ്. മാന്യ ഗൈസ് കോമാളിയാക്കി വെച്ചേക്കുന്നു. പബ്ജിയുടെ വയസ്സോ ഗൈസ്. ഇങ്ങോട്ട് മുകളിലേക്കൊരു വഴിയുണ്ട്. അതുവഴി ഒന്ന് കയറിപ്പോയി നോക്കാം ഗൈസ്. ഇവിടെ പ്രത്യേകിച്ച് ഇവന്മാരോടൊക്കെ ഞാൻ പറഞ്ഞതാണ് എഴുന്നേറ്റ് പോടാ ഇറങ്ങിപ്പോടാ. അയ്യോ ഞാൻ എൻ്റെ വീട് തന്നെയല്ലേ ഗൈസ് നശിപ്പിച്ചത്. ചെറുതായിട്ടൊന്ന് ഇതാണ് പാത്തവേ അല്ല ഗൈസ്. മുകളിലാണ്. എന്തായാലും നമുക്ക് ഇതാണെങ്കിൽ നമ്മുടെ ഷിൻജാൻ കൂട്ടനും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഗൈസ്. ഇത് നമുക്ക് ഷിൻജാൻ കൊടുക്കാം. പിന്നെ ഇവിടെ അടുത്ത ബെഡ്റൂമാണോ?
ഓ ഇത് നമുക്കെന്നാൽ പിഞ്ചാനും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഗൈസ്. നമ്മുടെ ഷിൻചാനും പിഞ്ചാനും ബെഡ്റൂമായി ഗൈസ്. അമ്മമാരാണെങ്കിൽ വെക്കേഷൻ പോയതാണ് ഗൈസ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അമ്മമാരില്ലാത്തത്. എന്തായാലും നമുക്കാണെങ്കിൽ ഇവിടെ ഇത് ബെഡ്റൂം ഞാനൊന്നും പറയുന്നില്ല ഗൈസ്. ഇതിന് സെപ്പറേറ്റ് ആയിട്ടൊക്കെ വെച്ചേക്കുന്നത് ഗൈസ്. നമുക്കെന്തായാലും ഇവിടെയും കാര്യങ്ങളൊക്കെ നോക്കാം. ഇവിടെയും ഇല്ല ഗൈസ്. അതും ഒരു ലോണ്ടറി ഏരിയ ആണ്. ഇവിടെ വീണ്ടും 3 ഡോറോ. എൻ്റെ മോനെ ഞാനിപ്പോൾ ചോപ്പിനും കൊടുക്കേണ്ടി വരും ഗൈസ്. ഓ ഇതെൻ്റെ എഡിറ്റിംഗ് ഏരിയ ആണ് ഗൈസ്. വിഷയം ഇതാണ് നമ്മുടെ എഡിറ്റിംഗ് ഏരിയ. അടുത്തത് ഇതാണ് നമ്മുടെ ബാത്ത് ടബ് അല്ല ബാത്തിങ് ഏരിയ ഗൈസ്. ഓ ഇതാണ് ഗൈസ് നമ്മുടെ ബെഡ്റൂം. യെസ് ഗൈസ്. വലിയ വലിപ്പം. ഇത്രയും വലിയ വലിപ്പം. ഇവിടെ കുറച്ചത്തിന് ആൾക്കാരൊന്നുമില്ല ഗൈസ്. ഇവിടെ ടേബിൾ ടെന്നീസ് കളിക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ. നമുക്കാണെങ്കിൽ താഴോട്ടും കാര്യങ്ങളും ഞാനൊരു വഴി ഉണ്ടായിരുന്നു ഗൈസ്. ചിലപ്പോൾ അതായിരിക്കും ഈ പാത്ത് വഴിക്കുള്ള വഴി. ഇതുവഴി ഇറങ്ങി ഗൈസ്. ഐ സോ സംതിങ് ഓൺ ദർ. ഇതുവഴി ഒന്നുകൂടെ ഇറങ്ങിപ്പോകാം. എൻ്റെ മോനെ ഗൈസ് ഫൈനലി നമ്മൾ താഴെ എത്തി. പുല്ലിനടക്കൂടെ വല്ല ഒന്നുകൂടെ പാത്ത്. അതെന്താ എൻ്റെ മോനെ ഒരു കിണ്ണം വണ്ടിയല്ലേ ഗൈസാ കിടക്കുന്നത്. എൻ്റെ മോനെ പുല്ലിനടക്കൂടെ അല്ലെന്ന് തോന്നുന്നു ഗൈസ്. അവിടെ ഒരു ഡോറുണ്ട്. നമുക്ക് ഈ വണ്ടിയിലും കയറിയിട്ട് ആ ഡോറിലും കാര്യങ്ങളും ഒക്കെ പോയൊന്ന് നോക്കാം. എൻ്റെ മോനെ ഇതാണ് ആ പാത്ത് വേ. എൻ്റെ മോനെ വിഷയമാണല്ലോ. വോയിസ് ഇവിടെ പണി തീർന്നിട്ടില്ല കേട്ടോ. എനിക്ക് എന്തോ കച്ചറ സാധനം കൊണ്ടൊന്ന് വെച്ചേക്കാണ് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. എന്തിനാണ് സീക്രട്ട് പാത്ത് വഴിക്കൊക്കെ ലക്ഷറി ഇത് ആർക്കും മനസ്സിലാകത്തില്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ് പണ്ടത്തെ ഓരോ ടണലും കാര്യങ്ങളൊക്കെ ഇമ്മാരും കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തും കാര്യങ്ങളൊക്കെ എടുത്താണ് ഗൈസ്. വെറുതെ അല്ല കൊച്ചു മുടുക്കന്മാർ ഓടിപ്പോയോ. പുള്ളി പോയി ഗൈസ്. പുള്ളി എങ്ങനെ പോയോ? എൻ്റെ വണ്ടി വല്ലതും എടുത്തോ? ഏയ് അതിനുള്ള വഴിയൊന്നുമില്ല ഗൈസ്. നമുക്കെന്തായാലും ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഗൈസ്. കാരണം ഇന്നത്തെ ദിവസം നമുക്ക് ഭയങ്കര ലക്കായിരുന്നു ഗൈസ്. ആ ലക്കിന് മുടിപ്പിച്ചുകൊണ്ട് ഒരു സെക്യൂരിറ്റി ഗാർഡ് നമ്മുടെ മുമ്പിൽ വന്ന് ചാടി ഗൈസ്. ഓക്കെ ഇതുവഴി എൻ്റെ മോനെ എൻ്റെ വണ്ടിയൊന്നും ഇതുവഴി വരുമില്ലെന്ന് തോന്നി. ചെറുതായിട്ടൊക്കെ വണ്ടി കുടുങ്ങുന്ന കാര്യങ്ങൾ നേരെ വന്നു കഴിഞ്ഞാൽ മൂഞ്ചു. ഓക്കെ ഗൈസ്. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇനി ഈ വണ്ടിയും കൂടെ എടുത്തുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ വീഡിയോയും വൈൻഡപ്പ് ആവുന്നതായിരിക്കും. അപ്പം എല്ലാവരും ഡു ലൈക്ക് ഡു സബ്സ്ക്രൈബ്. നമ്മുടെ ടാർഗറ്റ് 3K ആയിരുന്നു. ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ ഗൈസ്. ഞാൻ കണ്ടെത്തി ചാടിയാൽ ഒന്ന് ഓടിച്ച് നോക്കട്ടെ ഗൈസ്. എൻ്റെ അമ്മോ കടലിൽ പോയേ.